യു.ഡി.എഫ് സർക്കാർ അധികാരത്തിലേറി 2 മാസം പൂർത്തിയാകുന്നതിന് മുൻപ് കെ.എസ്.ആർ.ടി.സി എംപാനൽ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി. 1-ാം തീയതി ലഭിച്ചിരുന്ന ശമ്പളം 10 ദിവസം കഴിഞ്ഞിട്ടും വിതരണം ചെയ്തിട്ടില്ല. കെ.എസ്.ആർ.ടി.സി സ്ഥിരം ജീവനക്കാരുടെയും എംപാനൽ ജീവനക്കാരുടെയും ഇൻസെന്റീവ് ബാറ്റയും ഇതുവരെ നൽകിയിട്ടില്ല. മതിയായ ഫണ്ടില്ല എന്നതാണ് കെ.എസ്.ആർ.ടി.സി മാനേജ്മെന്റിന്റെ വിശദീകരണം. തകർന്നുകിടന്ന കെ.എസ്.ആർ.ടി.സി കഴിഞ്ഞ എൽ.ഡി.എഫ് സർക്കാരിന്റെ കാലത്താണ് ലാഭത്തിലെത്തിച്ചത്. മുടങ്ങിക്കിടന്നിരുന്ന ജീവനക്കാരുടെ ശമ്പളം 1-ാം തീയതി തന്നെ വിതരണം ചെയ്യാനും കഴിഞ്ഞു. സാധാരണഗതിയിൽ ഓരോ മാസവും 1-നും 5-നും ഇടയിൽ എംപാനൽ ജീവനക്കാർക്കും ശമ്പളം ലഭിച്ചിരുന്നതാണ്. എന്നാൽ ഈ മാസം 10 ജീവനക്കാർക്ക് ശമ്പളം ലഭിച്ചില്ല. ഇതോടെ കെ.എസ്.ആർ.ടി.സിയിലെ 8000-ഓളം എംപാനൽ ജീവനക്കാരാണ് ദുരിതത്തിലായിരിക്കുന്നത്. 20 വർഷമായി കെ.എസ്.ആർ.ടി.സിയിൽ ജോലി ചെയ്യുന്നവരാണ് പലരും. ഇവരുടെ കൂടി കഠിനാധ്വാനത്തിന്റെ ഫലമായാണ് കെ.എസ്.ആർ.ടി.സിക്ക് നിവർന്നു നിൽക്കാനായത്. എന്നാൽ യു.ഡി.എഫ് സർക്കാർ അധികാരത്തിലേറി 2 മാസം പൂർത്തിയാകുന്നതിനു മുൻപ് എല്ലാം തകിടം മറിയുകയാണ്. കെ.എസ്.ആർ.ടി.സി സ്ഥിരം ജീവനക്കാരുടെയും എംപാനൽ ജീവനക്കാരുടെയും ഇൻസെന്റീവ് ബാറ്റയും ഇതുവരെയും നൽകിയില്ല. മതിയായ ഫണ്ടില്ലാത്തതാണ് ശമ്പളം മുടങ്ങാൻ കാരണമെന്നാണ് കെ.എസ്.ആർ.ടി.സി മാനേജ്മെന്റിന്റെ മറുപടി. സർക്കാരിന്റെ ധനസഹായം കൂടി സ്വീകരിച്ചാണ് കെ.എസ്.ആർ.ടി.സി നിലവിൽ ശമ്പളം വിതരണം ചെയ്യുന്നത്. പ്രിയദർശിനി പദ്ധതി മൂലം പ്രതിദിനം 2 കോടി രൂപ കെ.എസ്.ആർ.ടി.സിക്ക് നഷ്ടം സംഭവിക്കുന്നുണ്ട്. ഇത് കെ.എസ്.ആർ.ടി.സിക്ക് ബാധ്യതയാകില്ലെന്നും സർക്കാർ നൽകുമെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. എന്നാൽ നിലവിലെ പ്രതിസന്ധിയിൽ സർക്കാർ ഇടപെടുന്നില്ല എന്നതാണ് ഉയരുന്ന വിമർശനം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.